പ്രിയപ്പെട്ട കൂട്ടുകാരെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷോട്ട്സ്. LDC LP UP പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ UP എക്സാമിന്, അതായത് 2022 നടന്ന SC/ST അല്ലെങ്കിൽ റിസർവേഷനുമായി ബന്ധപ്പെട്ട UP സ്കൂൾ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്? പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. അതായത് 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ്. 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അതേപോലെ ശരിയായ പ്രസ്താവനയാണ്: കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു, കേരള സിംഹം എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഓപ്ഷൻ ബി. 17-ാം നൂറ്റാണ്ടല്ല, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. നമുക്കറിയാം 1805 അദ്ദേഹം മരണപ്പെട്ടത്. നോക്കാം. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുള്ള പട്ടികയാണിത്. ഉചിതമായവ യോജിച്ചത് കണ്ടെത്തുക. ഉചിതമായി യോജിച്ചത് കണ്ടെത്തുക. ആൻസർ, രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. 1 6 ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭനാണ്. അതേപോലെ വൈക്കം സത്യാഗ്രഹം KP കേശവമേനോനാണ്. വൈക്കം സത്യാഗ്രഹം KP കേശവമേനോനാണ്. ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരുവാണ്. നമുക്കറിയാം ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. അതേപോലെ തന്നെ ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ടത് അയ്യങ്കാളി. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ടത് അയ്യങ്കാളിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അദ്ദേഹത്തിൻ്റെ ശരിയായ പ്രസ്താവനകളാണ്: സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. തെറ്റായ പ്രസ്താവന: നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ്: 1, കെ കേളപ്പൻ നയിച്ചു. ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പനാണ്. കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ, കടപ്പുറം വരെയായിരുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെ പ്രസ്താവന 1930 നടന്നു. ഇത് മൂന്നും ശരിയായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവനയാണ്: വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയായാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. തെറ്റാണ്. 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പങ്കെടുത്തത്. തെറ്റാണ്.
അപ്പോൾ 1, 2, 3 ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ. 4ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ശരിയായ കാലക്രമം, ആദ്യം നടന്നത് ആദ്യം എന്ന രീതിയിൽ അതിൻ്റെ ഓർഡർ കണ്ടെത്തുക. ആൻസർ 5ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആദ്യം നടന്നത് 4 ബംഗാൾ ഗസറ്റാണ്. പിന്നീട് 1 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. 2 ചൗരി ചൗര സംഭവമാണ്. 3 ഉപ്പ് സത്യാഗ്രഹമാണ്. പിന്നെ 5 ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അപ്പോൾ നമുക്കറിയാം 1 4-മത്തതാണ് ബംഗാൾ ഗസറ്റ്. പിന്നെ 1-മത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, നമുക്കറിയാം 1919 നടന്നു. പിന്നെ 2 ചൗരി ചൗര സംഭവമാണ്. ദെൻ 3 ഉപ്പ് സത്യാഗ്രഹം 1930 നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരം 1942 നടന്നു. ഈ ഓർഡറാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഹിന്ദു സമാജം, ബ്രഹ്മസമാജം. ആൻസർ സി ആണ്. ഹിന്ദു സമാജമാണ് കൂട്ടത്തിൽ പെടാത്തത്. ഹിന്ദു സമാജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തതാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം, ഓറഞ്ച് വിപ്ലവം. ഓറഞ്ച് വിപ്ലവം. ഓറഞ്ച് വിപ്ലവമാണ് കൂട്ടത്തിൽ പെടാത്തത്. എയുടെ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക നേതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക നേതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഡോക്ടർ വിക്രം എ സാരാഭായ്. വിക്രം എ സാരാഭായിയെയാണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടികളുടെ സ്ഥാപക നേതാവായി അല്ലെങ്കിൽ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. ആൻസർ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. മുഴുവൻ പ്രസ്താവനകളും ശരിയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ്. നൈൽ നദീതടങ്ങളിലാണ് വികസിച്ചത്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. അപ്പോൾ മുഴുവൻ പ്രസ്താവനകളും ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏത്? ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തെയാണ് ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് 10ൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യ രജിസ്റ്റർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ആഭ്യന്തര മന്ത്രാലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 1, 2, 3 പ്രസ്താവനകളാണ് ശരി. നോക്കാം. മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ്
പിസ പരീക്ഷയുടെ കുട്ടികളുടെ കഴിവ് വിലയിരുത്തുന്നത് 2000 ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 1, 2, 3 പ്രസ്താവനകളാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വാണിജ്യ ബാങ്കുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ 13ൻ്റെ ആൻസറാണ് ബി ആണ് ആൻസർ. 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവന. 1, 2, 3 നോക്കാം. 1, ഇന്ത്യയിൽ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. ശരിയായ പ്രസ്താവനയാണ്. 2, 1934 റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. ശരിയാണ്. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കി. അപ്പോൾ ഈ 1, 2, 3 പ്രസ്താവനകളാണ് ശരി. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിൽ ആക്കി. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇമ്പീരിയൽ ബാങ്കാണ് പിന്നീട് SBI എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ 4ാമത്തത് തെറ്റായ പ്രസ്താവനയാണ്. 1, 2, 3 ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയാണ് ഉപദ്വീപീയ നദികളിൽ പെടാത്തത്. ഗോദാവരി, മഹാനദി, നർമ്മദയൊക്കെ ഉപദ്വീപീയ നദികളിൽ പെട്ട നദിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ബ്രഹ്മപുത്ര. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 42ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം. 15ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ അമെൻമെൻറ്റ് പ്രകാരമാണ് സ്ഥിതി സമത്വം അതേപോലെ തന്നെ മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 15 ക്വസ്റ്റ്യനാണ് നോക്കിയിരിക്കുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻസൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് 15 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ. അതുകൊണ്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.